ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജ്യൂബിൾസ് ലേണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് BBA ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത് എന്നാണ്. അധികം നീട്ടിവലിക്കാതെ നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് BBA ഓഫർ ചെയ്യുന്നത് എന്നും അവിടെ ഏതൊക്കെ പേപ്പേഴ്സാണ് നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എഴുതേണ്ടതെന്നും നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം BBA വരുമ്പോൾ വളരെ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതിൽ CUET-യിൽ ബിസിനസ്സിൻ്റെ പേപ്പർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുതിയിട്ട് നമ്മൾ എവിടെയൊക്കെ അഡ്മിഷൻ നേടാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് വരുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. അധിക വിദ്യാർത്ഥികളും ചൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. കാരണം അവിടെ അത്യാവശ്യം സീറ്റുകളുണ്ട്. ഓക്കെ, 197 സീറ്റുകൾ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അവിടെ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ FIA ആണ്, ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസിലാണ് അവർ BBA കൊടുക്കുന്നത്. അപ്പോൾ അവിടെ അവർ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് എനി വൺ ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് എയിൽ നിന്ന് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ നിർബന്ധമായും എഴുതണം. പിന്നെ ഡൊമൈൻസിൽ അവർ പറയുന്നത് മൂന്നെണ്ണത്തിൽ നിന്ന് മാത്സോ അപ്ലൈഡ് മാത്സോ നിർബന്ധമായും എഴുതിയിരിക്കണം എന്ന് പറയട്ടെ. മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ് പ്ലസ് സെക്ഷൻ 3 ഓഫ് CUET. പിന്നെ അതായത് സെക്ഷൻ 3 CUET-യുടെ സെക്ഷൻ 3യും എഴുതണം. അതായത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും നിങ്ങൾ നിർബന്ധമായി എഴുതണം. അപ്പോൾ ജനറലും ലാംഗ്വേജും പിന്നെ നിങ്ങൾ മാത്സുമാണ് അവിടെ എഴുതേണ്ടത്. മാത്സ് അപ്ലൈഡ് മാത്സോ പ്യുവർ മാത്സോ ഏതായാലും കുഴപ്പമില്ലെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ 40 അഡ്മിഷനാണ്. പോണ്ടിച്ചേരിയിൽ മെയിൻ ക്യാമ്പസിലും ഉണ്ട്, കരയ്ക്കൽ ക്യാമ്പസിലും 2 സ്ഥലത്തും ഉണ്ട്. അപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ BBAക്ക് അവരാകെ മാർക്ക് പരിഗണിക്കുന്നത് നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസ് എന്ന പേപ്പറിൽ ഹൗ മച്ച് യു സ്കോർ. ബിസിനസ് സ്റ്റഡീസ് എന്ന പേപ്പറിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതാണ് അവർ പരിഗണിക്കുന്നത്. അതാണ് അവർ നിർബന്ധമായിട്ടും എഴുതാനും പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത യൂണിവേഴ്സിറ്റികളിലേക്ക് പോകാം. നമുക്കറിയാം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കരയ്ക്കൽ ക്യാമ്പസിലും സെയിം ബിസിനസ് സ്റ്റഡീസാണ് റിക്വയർഡ് പേപ്പറിൽ ഡൊമൈൻസ് നിർബന്ധമായി എഴുതേണ്ടത്. അവിടെ 30 സീറ്റാണ് വരുന്നത്. ഇനി ഡൽഹിയിലുള്ള സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ BBA MBA ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ് അവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവർ മാർക്ക് പരിഗണിക്കുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ മാത്രം മാർക്കാണ്. അവിടെ 60 സീറ്റ് അവൈലബിൾ കൂടെയാണ് നിങ്ങൾക്ക്. ഇനി കാശ്മീർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീരിലേക്ക് വരുമ്പം അവിടെയും BBA ഹോണേഴ്സാണ്. അവിടെയും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും 60 സീറ്റുമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇനി IGNT-യിലേക്ക് വരും, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വരും. അവിടെയും BBA വിത്ത് ഹോണേഴ്സ് റിസർച്ച് ആണ് അവിടെ വരുന്നത്. അവിടെയും GAT-യുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ മാത്രം മാർക്കാണ് പരിഗണിക്കുന്നത്. 30 സീറ്റാണ് അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദിലേക്ക് വരുമ്പോൾ അവിടെയും ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. അവരവിടേക്ക് എഴുതാൻ ഒരുപാട് ഓപ്ഷൻസ് പറയുന്നുണ്ട്. ഇംഗ്ലീഷോ ഹിന്ദിയോ ഏതെങ്കിലും ഒന്ന് കമ്പൾസറിയാണ്. അതുപോലെ തന്നെ GAT-യും കമ്പൾസറിയാണ്. ഇംഗ്ലീഷ് നിങ്ങൾ അവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് കമ്പൾസറിയാണ്, പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കമ്പൾസറിയാണ്. പിന്നെ ഡൊമൈൻസിലേക്ക് വരുമ്പം അവർ പറയുന്നത് താഴെ പറയുന്ന സബ്ജക്റ്റുകൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതായത് അക്കൗണ്ടൻസി പറയുന്നുണ്ട്, അഗ്രികൾച്ചർ, ആന്ത്രപ്പോളജി, ബയോളജി, ബിസിനസ്, കെമിസ്ട്രി, EVS, എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമാറ്റിക്സ്, ഇങ്ങനെയൊക്കെ ഇതിലേതെങ്കിലും ഒന്നാണ് അവർ പറയുന്നത്. അപ്പം നിങ്ങൾക്കതിൽ വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതണം. അവിടെ 100 സീറ്റുകൾ അവൈലബിൾ ആണ് യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദിൽ. ഓക്കെ, ഇത്രയും യൂണിവേഴ്സിറ്റികളാണ് നമുക്ക് BBA ഓഫർ ചെയ്യുന്നതിൽ പ്രധാനമായിട്ടുള്ളത് CUET-യുടെ കീഴിൽ. ഇനി ജാമിയ അലിഗഡ് അങ്ങനത്തെ യൂണിവേഴ്സിറ്റികളാണ് അവർക്ക് ഓൺ എൻട്രൻസ് എക്സാമാണ് വരുന്നത്. ഇനി നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ എജ്യൂബിൾസ് ലേണിങ്ങിൻ്റെ CUET UG 2026 സയൻസിലെയും കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും 3 സ്ട്രീമിലെയും 3ാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ വിജയകരമായിട്ട് ബ്ലിറ്റ്സ് ബാച്ച് 1ഉം ബ്ലിറ്റ്സ് ബാച്ച് 2ഉം ഓൺഗോയിങ് ആണ്. നമ്മുടെ ലോങ് ടൈം ബാച്ച് ഓഗസ്റ്റിൽ ആരംഭിച്ചു. ഫസ്റ്റ് ബാച്ച്, സെക്കൻഡ് ബാച്ച് കഴിഞ്ഞ ഡിസംബറിൽ ആരംഭിച്ചു. അപ്പോൾ തേർഡ് ബാച്ച് നെക്സ്റ്റ് മന്ത് ജനുവരിയിൽ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് കൊമേഴ്സ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, താഴെയുള്ള അഡ്മിഷൻ കൗൺസിലറുടെ നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അഡ്മിഷൻ കൗൺസിലറുടെ നമ്പർ ഇവിടെ ഉണ്ട്, 9746 350 365 അല്ലെങ്കിൽ 7306 350 365. ഈ 2 നമ്പറിലും കണക്ട് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് CUET UG കൊമേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് ആ ബാച്ചിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഫീ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇന്ത്യയിൽ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റികളുടെ ശിക്ഷണത്തോടുകൂടെ ഏറ്റവും മികച്ച ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏറ്റവും നല്ല മെൻറ്ററിങ്ങോടുകൂടെ നല്ല മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നിങ്ങൾക്കും നിങ്ങളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്താനാവട്ടെ എന്ന് ഞാൻ ഈ വീഡിയോ കൂടെ ആശംസിക്കുകയാണ്. ഓക്കെ, ഈ വീഡിയോ കേട്ടതിന് നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.